നമസ്കാരം. അഡ്വക്കേറ്റ് ജയസൂര്യൻ വിമിക്സിലേക്ക് സ്വാഗതം. സാർ, ഈ നമസ്കാരം. വയനാട് ചേലക്കര പൊതുവെ പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ കണക്കുകളൊക്കെ വന്നു. എന്താണ് ഈ ഈ വയനാട് പോളിംഗ് ഇത്രയും കുറയാൻ കാരണം? പ്രിയങ്കയെ ഇറക്കിയിട്ടും എന്തുകൊണ്ട് വയനാട് പോളിംഗ് കുറഞ്ഞു? എന്താണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിന്റെയും പ്രിയങ്കയുടെയും രാഷ്ട്രീയ ഗ്രാഫിൽ മരണമണി മുഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുറവ് വ്യക്തമാക്കുന്നത്. ചെറിയ കുറവല്ല, 8% കുറവാണ്. പ്രിയങ്ക വരുന്നു, രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷം, 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം എന്നൊക്കെ തള്ളിമറിച്ചവര് ഇപ്പൊ കാണാനില്ല. കാരണം 8% കുത്തനെയുള്ള കുറവ് എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമായ വലിയ അർത്ഥതലങ്ങൾ ഉണ്ട്. ഇപ്പോൾ ലീഗിന്റെ ചെലവിൽ കോൺഗ്രസിന്റെ 2 മക്കളെയാണ് അവിടുന്ന് ജയിപ്പിച്ചത്. സോണിയാജിയുടെ 2 മക്കളെ ലീഗിന്റെ ചെലവിൽ ജയിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് മണ്ഡലം എന്നുള്ളത് മുസ്ലിം ലീഗ് നേരത്തെ കണ്ടുവച്ചതാണ്. പിന്നെ കോംപ്രമൈസ് ആക്കിയത് കോൺഗ്രസിലെ മുസ്ലിം ഫ്രാക്ഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഈ CPM പറയുമല്ലോ, CPM ഫ്രാക്ഷൻ ഉണ്ട് ചില സംഘടനകളിൽ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തൊരു മുസ്ലിം ഫ്രാക്ഷൻ ഉണ്ട്. ആ മുസ്ലിം ഫ്രാക്ഷനാണ് വയനാട് മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി. ഇപ്പൊ സിദ്ദിഖിന് വേണ്ടി കണ്ടുവച്ചിരുന്ന മണ്ഡല. സിദ്ദിഖ് വെറുതെ ഇല്ല, സിദ്ദിഖ് നല്ല പണി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒന്നും 8% കുറയില്ല. മുസ്ലിം ലീഗും സിദ്ദിഖും, അതായത് കോൺഗ്രസിനകത്തെ ലീഗ് ഫ്രാക്ഷൻ സോണിയയുടെ മക്കളെ തിരസ്കരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇത്. 8% കുറവ് ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഗഫൂറിന്റെ അസ്ത്രം പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ മുസ്ലിം അജണ്ട ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൽ നിന്ന് തുടങ്ങി UP, ബീഹാർ അടക്കം എല്ലാ പ്രദേശത്തും ഇത് സംഭവിക്കും. മുസ്ലിമിന്റെ ചെലവിൽ കോൺഗ്രസിനെ വളർത്തണ്ട, ലീഗിന്റെ ചെലവിൽ കോൺഗ്രസിനെ വളർത്തണ്ട എന്നുള്ള കാര്യമാണ് ഇവിടെ തെളിയുന്നത്. അതായത് സർ, ഈ കോൺഗ്രസ് ലീഗും വഴിപിരിയുന്നു എന്നാണോ? ലീഗ് ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് എമർജ് ചെയ്യാൻ പോകുന്നു എന്നാണോ അതിന്റെ അർത്ഥം? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ലീഗ് കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലെ MLA-മാരുടെ എണ്ണം എടുത്തു. കേരളത്തിൽ തീർച്ചയായും, കേരളത്തിലെങ്കിലും എന്ന് പറയാൻ അഖിലേന്ത്യാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം കേരളത്തിലാണല്ലോ. അപ്പൊ കേരളത്തിലെ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് 8% കുറവ്. ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിൽ മുസ്ലിം ലീഗ് ആയിട്ടാണെങ്കിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പല മുസ്ലിം പാർട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെല്ലാവരും ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയാണ് പിന്തുണച്ചു നിന്നത്. ഇപ്പോൾ അവർ കോൺഗ്രസിനെ കൈവിടുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നാണോ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം മൊത്തത്തിൽ? തീർച്ചയായിട്ടും അതെ. അതായത് കേരളത്തിൽ ലീഗിന് കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്യാമെങ്കിൽ UP-യിലും ബീഹാറിലും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈവൻ തമിഴ്നാട്ടിൽ പോലും കോൺഗ്രസിനെ മുസ്ലിം വോട്ട് ബാങ്കിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്ന തികഞ്ഞ ബോധ്യമുണ്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ മുഴുവൻ വരും. തമിഴ്നാട് മുതൽ ഉത്തർപ്രദേശ് വരെ മുസ്ലിം വോട്ടിന്റെ ചെലവിൽ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് വരുന്നത്. അതായത് സാർ, ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് UDF എന്ന് പറയുന്ന സംവിധാനം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. UDF-നെ നയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇനി UDF എന്നുള്ളത് ലീഗ് മുന്നണിയായി മാറുകയാണ്. ലീഗ് നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണ് ഇത്. അതായത് കോൺഗ്രസിന്റെ അപ്രമാദിത്യം കേരളത്തിൽ അവസാനിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് ലീഗ് കടന്നു വരുന്നു. ലീഗിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് തകർന്നു വീഴുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയായിരിക്കും ഇവിടെ പ്രിയങ്കയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷം. ഈ അങ്ങിപ്പോൾ കോൺഗ്രസിനകത്തൊരു മുസ്ലിം ഫ്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മുസ്ലിം ഫ്രാക്ഷനും മുസ്ലിം ലീഗും തമ്മിൽ യോജിക്കുമോ? അവർക്ക് അങ്ങനെ യോജിക്കാൻ കഴിയുമോ? അല്ല, മുസ്ലിം ലീഗിന്റെ ഫ്രാക്ഷൻ കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. യോജിപ്പിന്റെ പ്രശ്നമില്ല അവിടെ. ഇപ്പോ വയനാട് ലോക്സഭാ സീറ്റും കാസർഗോഡ് ലോക്സഭാ സീറ്റും ലീഗ് പരോക്ഷമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞു.
നിലവിൽ കയ്യിലിരിക്കുന്ന മലപ്പുറവും പൊന്നാനിയും കൂടാതെ വയനാടും കാസർഗോഡും കൂടി ലീഗിന് വേണം. കോൺഗ്രസിന് അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ 2 സീറ്റുകളിലും ലീഗിന് സമ്മതരായിട്ടുള്ള മുസ്ലിങ്ങളെ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്നുള്ളതിലുപരി നേരിട്ട് സോണിയ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിലേക്കാണ്. ഇത് വരുമ്പോൾ ലീഗിന് ഒരു വലിയ അപകടമുണ്ട്. സോണിയാഗാന്ധിക്ക് വേണ്ടി അല്ല അവരുടെ മക്കൾക്ക് വേണ്ടി ഇത്ര സീറ്റ് കേരളത്തിൽ മാറ്റിവെക്കുന്നു, മുസ്ലിം ലീഗിന് ഇത്ര സീറ്റ് മാറ്റിവെക്കുന്നു. ഇവിടെ ലീഗിന്റെ കയ്യിലിരിക്കുന്ന മലപ്പുറത്തിനും പൊന്നാനിക്കും വരെ കോൺഗ്രസ് നേതൃത്വം നാളെ അവകാശം ഉന്നയിച്ചേക്കാം. അതായത് സോണിയാഗാന്ധിക്ക് മത്സരിക്കാൻ മണ്ഡലമില്ല, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ സുരക്ഷിതനല്ല എന്ന് കണ്ടാൽ സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും ലീഗ് 3 സീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ലീഗിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം 1 മണ്ഡലമായിട്ട് കുറയും. ലീഗിന് ലഭിക്കാമായിരുന്ന 4ൽ 3 സീറ്റ് കോൺഗ്രസിന് കൊടുത്തിട്ട് 1 മണ്ഡലത്തിലേക്ക് ഒതുങ്ങേണ്ട ഗതികേട് ലീഗിനില്ല. ഇത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. അതോടുകൂടി കേരളത്തിലെ UDFന്റെ ഘടം തുടർന്ന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കോൺഗ്രസിനകത്ത് കയറിക്കൂടിയിരിക്കുന്ന ലീഗിന്റെ ആൾക്കാർ തീരുമാനമെടുക്കും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനെ ലീഗ് അടച്ചു പൂട്ടും. കേരളത്തിൽ ഒരു സംശയവുമില്ല. കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത് അത് തന്നെയാണ്. സർ, ഈ ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത്? അവിടെയും ഒരു കുറവ്, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 4% മേളിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. ഈ പൊതുവേ ഈ വയനാടും ചേലക്കരയിലും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ജനങ്ങൾ, വോട്ടർമാർ ഉപതെരഞ്ഞെടുപ്പിനെ തിരസ്കരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണോ? എന്താണ് അങ്ങേക്ക് BJPയുടെ കാഴ്ചപ്പാട് എന്താണ് ഈ വിഷയത്തിൽ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ തിരസ്കരിക്കുന്നതല്ല. ഈ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തു. അതോടൊപ്പം രാധാകൃഷ്ണൻ ഫാക്ടർ അവിടെയുണ്ട്. അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പ് തയ്പ്പിച്ചിരുന്ന ആളാണ് രാധാകൃഷ്ണൻ. ഇത് പിണറായിക്ക് നേരെ മനസ്സിലായതുകൊണ്ട് കൃത്യമായിട്ട് അയാളെ പ്ലേസ് ചെയ്തു പാർലമെന്റിലേക്ക്. ഇത് അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല. ആദ്യത്തെ 7 ദിവസം അദ്ദേഹം പ്രചരണ രംഗത്ത് വന്നില്ല. അവസാനം പാർട്ടി സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം പ്രചരണ രംഗത്ത് വന്നത്. വന്നപ്പോഴും അദ്ദേഹം സജീവമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ഡലം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്ന ചാൻസ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ CPMന് ലഭിക്കേണ്ട വോട്ടുകളിൽ ഗണ്യമായ കുറവുണ്ടാകും. കൂടാതെ തന്നെ PV അൻവർ അവിടെ കളിക്കുന്നുണ്ട്. അൻവറിന്റെ സ്ഥാനാർത്ഥിയും പണക്കാരനാണ്, അൻവറും പണക്കാരനാണ്. അതുകൊണ്ട് സാമ്പത്തിക ശക്തി കൊണ്ട് CPMന് ലഭിക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ട് അൻവർ ഒരു വിഭാഗം പിടിച്ചു മാറ്റുക തന്നെ ചെയ്യും. ഇതേ സമയത്ത് മറ്റൊരു ഫാക്ടർ ഉണ്ട്. ചേലക്കരയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഇന്നലെ വരെ UDF അടിമകളായിരുന്നു. ഞാൻ അവിടെ വർക്കിന് പോയ സമയത്ത് പല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളൊക്കെ UDFന്റെ വോട്ടുകുത്തികളാണ് എന്ന് ഇവര് ധരിച്ചെങ്കിൽ തെറ്റി. ഇത്തവണ ഞങ്ങൾ മാറി ചിന്തിക്കും, മാറി വോട്ട് ചെയ്യും. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു സ്വിങ് BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വരും. മാത്രമല്ല K ബാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി സുപരിചിതനാണ്, സാധാരണക്കാരനാണ്, ജനപ്രിയനാണ്. അത്രയും വലിയ ജനപ്രിയത അവിടെ നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിക്കുമില്ല. ഈ 3 ഫാക്ടറുകൾ ഒന്നിച്ചു ചേർന്നാൽ ചേലക്കരയിലെ വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് മനസ്സിലാവും. ചേലക്കരയിൽ വോട്ട് കുറഞ്ഞ 2 മുന്നണികളും ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് വോട്ട് BJPക്ക് കൂടും. അതായത് LDFന് വോട്ട് കുറയും, UDFന് വോട്ട് കുറയും. അൻവർ ഏതാനും 2 3 ആയിരം അല്ലെങ്കിൽ 4 5 ആയിരം വോട്ട് പിടിച്ചില്ലെങ്കിലും BJP സ്ഥാനാർത്ഥി ബാലകൃഷ്ണന്റെ വോട്ട് ഗണ്യമായിട്ട് കൂടും. BJP സ്ഥാനാർത്ഥി 1ാമതോ 2ാമതോ വന്നാൽ അട്ടിമറി, അത്ഭുതപ്പെടാനില്ല. അത്രമാത്രം അടിസ്ഥാനപരമായ മാറ്റം ചേലക്കരയിൽ സംഭവിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ നേരിട്ട് പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, ചേലക്കര ഞെട്ടിക്കും. ഇടതിനെയും ഞെട്ടിക്കും, വലതിനെയും ഞെട്ടിക്കും. എന്തായാലും ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റം പാലക്കാടിനെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അങ്ങേക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ വയനാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒന്ന് വിലയിരുത്തിയല്ലോ. ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പാലക്കാട് രാഷ്ട്രീയത്തിന്റെ ചിത്രം ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയിരുന്ന സ്വാധീനം, അതിന്റെ ചിറകിൽ കയറി വരുന്ന രാഹുൽ മാൻകൂട്ടം അതേപോലെ സ്വീകാര്യനായിരിക്കില്ല. അതായത് ഷാഫി പറമ്പലിന് കിട്ടിയ മുസ്ലിം വോട്ട്
മാങ്കൂട്ടത്തിന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന്റെ വോട്ട്, CPM-ന്റെ വോട്ട്, ഈ 2 വോട്ടിലും വന്നിരിക്കുന്ന ഷിഫ്റ്റും ഒപ്പം ക്രിസ്ത്യൻ വോട്ട് BJP-ക്ക് അനുകൂലമായി വന്നതും കൂടി ചേർത്താൽ അവിടെ BJP ആണ് അട്ടിമറി വിജയം നേടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ വിജയത്തിന്റെ 4000 അടുത്ത് വരെ എത്തി നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ BJP ഇത്തവണ ഒരു സംശയവുമില്ല ഏതാണ്ട് ഒരു 3000-നും 5000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ കൃഷ്ണകുമാർ പാലക്കാട് വിജയിക്കുക തന്നെ ചെയ്യും. എന്റെ കണക്കുകൂട്ടൽ തീരെ കുറഞ്ഞതാണ്, ഒരുപക്ഷെ ഭൂരിപക്ഷം കൂടാം. എന്തായാലും ഈ വയനാട് തെരഞ്ഞെടുപ്പ്, നമുക്ക് തിരിച്ച് വയനാടേക്ക് വന്നാൽ, വയനാട് വലിയ തോതിൽ എനിക്ക് തോന്നുന്നു ധാരാളം പ്രവാസികളൊക്കെ ഉള്ളൊരു മണ്ഡലമാണെന്ന് തോന്നുന്നു. ഇക്കുറി പ്രവാസികളാരും വോട്ട് ചെയ്യാൻ വന്നില്ല എന്നല്ലേ വയനാടെന്നുള്ള ആദ്യത്തെ സൂചന? വയനാട്ടിലെ ക്രിസ്ത്യൻ വോട്ടുകളെ നോക്കിയാൽ അത് മനസ്സിലാവും. 1,30,000 ക്രിസ്ത്യൻ വോട്ടുകൾ വയനാട്ടിലുണ്ട്. അവരില് കൃഷി കൊണ്ട് രക്ഷയില്ലാത്തത് കൊണ്ട് ധാരാളം പേര് പ്രവാസികളായി പോയി. സാധാരണ ഇലക്ഷൻ സമയത്ത് ഇവരൊക്കെ തിരിച്ചു വന്ന് ഒരു മതാചാര പ്രകാരം എന്ന മട്ടിൽ രാവിലെ കുർബാനയും കണ്ട് വോട്ടും ചെയ്ത് പോകുന്ന ഒരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് കാണാൻ പറ്റിയില്ല. അതിന് കാരണങ്ങളുണ്ട്. വയനാട്ടിലേക്ക് വന്ന് വോട്ട് ചെയ്തിട്ട് വയനാടിന്റെ ഭാഗതയും തിരുത്താനൊന്നുമില്ല. കോൺഗ്രസിന് ഒരാൾ ജയിച്ചാലും തോറ്റാലും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രസൻസ് അവിടെ കാര്യമായിട്ട് വേണ്ട എന്നവർ കരുതിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ 1,30,000 ക്രിസ്ത്യൻ വോട്ടുകളിൽ കൃത്യമായ ശക്തമായ സ്വിംഗ് വരാൻ പോകുന്നത് BJP-യുടെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും വയനാട്ടിൽ പ്രതിഫലിക്കും. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസം നമുക്കറിയാം എന്താണ് ജനം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ തീരുമാനിച്ചു, അത് പെട്ടിയിലാക്കി. ഇനി നമുക്ക് വോട്ടെണ്ണുന്നത് വരെ കാത്തിരിക്കാം. നമസ്കാരം. നമസ്കാരം.